ളെ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അൽ-അദ്വാഉ ദിറാസത്തുൻ ഫിൽ അദബിൽ അറബിയിൽ ക്ലാസിക്കിയിലെ തഅരീഫുൽ ഹദീസ് എന്ന ഭാഗമാണ്. അൽ ഹദീസ് നബവി ഹുവ മുസ്തലഹുൻ യുസീറു ഇൽ അഖ്വാലി വൽ അഫ്ആലി വത്തഖീറാത്തി അല്ലത്തി നസബത് ഇല നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സവാഉൻ കാനത് കലാമൻ ഫഅലൻ തഖരീറൻ തസ്രീഹൻ തഅക്കീദൻ തർക്കൻ വതഖദീറൻ ഔ തഖദീറൻ. അപ്പോൾ ഹദീസിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ഹദീസുൻ നബവി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, സ്ഥിരീകരണങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് പ്രവാചക ഹദീസ്. അൽ ഹദീസുൻ നബവി يعد الحديث النبوي جزءا أساسيا من الشريعة الإسلامية وهو ثاني منها بعد القرآن الكريم. അതിന് മറ്റേ സവാൻ കാലത്ത് കലാമൻ, അത് ഒരു വാക്കാകട്ടെ, ഔ ഫഅലൻ പ്രവൃത്തിയാകട്ടെ, തഖരീറൻ സ്ഥിരീകരണമാകട്ടെ, തസ്രീഹൻ പ്രസ്താവനയാകട്ടെ, തഅക്കീദൻ ഒരു സ്ഥിരീകരണമാകട്ടെ, ഒരു ഉറപ്പുവരുത്തലാകട്ടെ, തർക്കൻ ഉപേക്ഷിക്കലാകട്ടെ, തഖദീറൻ അംഗീകരിക്കലാകട്ടെ. യുഅദ്ദുൽ ഹദീസുൻ നബവി ജുസ്അൻ അസാസിയ്യൻ മിന ശരീഅത്തിൽ ഇസ്ലാമിയ്യത്തി വഹുവ സാനി മിൻഹ ബഅദ ഖുർആനിൽ കരീം. പ്രവാചക ഹദീസ് എന്നുവെച്ചാൽ ഹദീസ് നബവി ഇസ്ലാമിക ശരീഅത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. ഖുർആൻ കരീമിന് ശേഷം രണ്ടാമത്തേതാണ് ഇത്. മസായിൽ ഹദീസ് നബവി. അടുത്തത് പ്രവാചക ഹദീസിൻ്റെ പ്രാധാന്യം. അൽ മിസ്ദാഖിയത്ത് വസ്സുബൂത്ത്, വിശ്വാസ്യതയും സ്ഥിരതയും. യുഅദ്ദുൽ ഹദീസ് നബവി മസ്ദറൻ മുഹിമ്മൻ ലിതശ്രീഇൽ ഇസ്ലാമി വഫ്ഖൻ ലിൽ മൻഹജിൽ ഖുർആനി ഹൈസു യൂളഹു കൈഫിയ്യത തഫ്സീറിൽ ഖുർആനി വതത്ബീഖിഹി ഫിൽ ഹയാത്തിൽ അമലിയ. ഖുർആനിക രീതിക്ക് അനുസൃതമായി ഇസ്ലാമിക നിയമനിർമ്മാണത്തിനുള്ള ഒരു പ്രധാന ഉറവിടമാണ് പ്രവാചക ഹദീസ്. ഇത് ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ നടപ്പാക്കണമെന്നും വിശദീകരിക്കുന്നു. രണ്ടാമത്തെ തൗജീഹു ശറഈ, ശരീഅത്തിൻ്റെ മാർഗനിർദ്ദേശം. യഖ്ദുമുൽ ഹദീസ് നബവിയ്യു തൗജീഹാത്തിൻ വ തഅലീമ ദീനിയ്യത്തിൻ വ അഖ്ലാഖിയ്യത്തിൻ വ യൂളഹു നഹ്ജുൽ ഇസ്ലാമി ഫി മുഖ്തലിഫി ജവാനിബിൽ ഹയാത്തി മിസ്ലൽ ഇബാദാത്തി വൽ അഖ്ലാഖി വൽ മുആമലാത്തി വ സിയാസിയത്തി വ ഗൈരിഹാ. ആരാധനകൾ, ധാർമ്മികത, ഇടപാടുകൾ, രാഷ്ട്രീയം തുടങ്ങിയ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾ ഇസ്ലാമിക സമീപനം ഹദീസ് നൽകുന്നു. അടുത്തത് അൽ ഹിഫാദു അല തുറാസ്, പൈതൃക സംരക്ഷണം. യുഅദ്ദുൽ ഹദീസ് നബവി അഹദുൽ അവാമിൽ റഈസിയത്തി ഫിൽ ഹിഫാദ് അല തുറാസിൻ നബിയ്യി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നഖലിഹി അബ്റൽ അജിയാലി ബിദിഖത്തിൻ ദൂന തഹരീഫിൻ. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൈതൃകം കൃത്യതയോടെയും മാറ്റങ്ങളില്ലാതെയും തലമുറകളിലേക്ക് കൈമാറുന്നതിനുള്ള പ്രധാന ഘടകങ്ങളിൽ ഒന്നാണിത്. ഘടകങ്ങളിലൊന്നാണ് എന്ത്? പ്രവാചക ഹദീസ്. അടുത്തത് അൽ മർജിഇയ്യത്ത് അൽ ഫിഖ്ഹിയ്യ, എന്താണ്? കർമ്മശാസ്ത്രമായ അവലംബം. യസ്തഖ്ദിമുൽ ഉലമാഉൽ ഹദീസ് നബവി കമർജിഇയ്യത്തിൻ അസാസിയത്തിൻ ഫി ഇസ്തിംബാത്തിൽ അഹ്കാമി ശർഇയ്യത്തി വഫി ഫിഖ്ഹി സുന്ന. കർമ്മശാസ്ത്രപരമായ അവലംബം. അൽ മർജിഇയ്യത്തുൽ ഫിഖ്ഹിയ്യ, ശരീഅത്ത് നിയമങ്ങളും കർമ്മശാസ്ത്രം രൂപപ്പെടുത്തുന്നതിന് പണ്ഡിതന്മാർ പ്രവാചക ഹദീസിനെ അടിസ്ഥാന അവലംബമായി ഉപയോഗിക്കുന്നു. അടുത്തത് അഞ്ചാമത്തെ അൽ ഇൽഹാമു വ തശ്ജീഅ, പ്രചോദനവും പ്രോത്സാഹനവും. യുഅ്തബറുൽ ഹദീസ് നബവി മസ്ദറുൽ ഇൽഹാമി വ തശ്ജീഅ അലാ ഇത്ബാഇൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹയാത്തിഹി വ സീറത്തിഹി. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ചര്യയിലും
അവിടുത്തെ പിന്തുടരുന്നതിനുള്ള പ്രചോദനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമായി നബിയുടെ ഹദീസ് കണക്കാക്കപ്പെടുന്നു. വബിഹാദിഹി സിഫാത്തി യളല്ലുൽ ഹദീസ് നബവി മർജിഅൻ ഹാമൻ ലിൽ മുസ്ലിമീന ഫി ഫഹ്മിൽ ഇസ്ലാമി വ തത്ബീഖിഹി ഫി ഹയാത്തിഹിമിൽ യൗമിയ വഫി മുഖ്തലിഫിൻ ജവാനിബ ഹയാത്തിഹിം. ഈ ഗുണങ്ങളാൽ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിനും അവരുടെ ദൈനംദിന ജീവിതത്തിലും വിവിധ ജീവിത മേഖലകളിലും അത് പ്രാവർത്തികമാക്കുന്നതിനും നബിയുടെ ഹദീസ് ഒരു പ്രധാന റഫറൻസായി നിലകൊള്ളുന്നു. അടുത്തത് അൽ കുത്തുബു സിത്തത്തു ഫിൽ അഹാദീസ് നബവിയ്യ. നബിയുടെ ഹദീസുകളിലെ 6 ഗ്രന്ഥങ്ങൾ. വഹിയ കുത്തുബുൻ ജമാഅത്തുൽ അഹാദീസുല്ലത്തി നഖലത്ത് അനി നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തതമയ്യസു ബിമസായ ഇദ്ദത തജഅലുഹാ മറാജിഅ മുഹമ്മദൻ ഫി ഇൽമിൽ ഹദീസ് വ ഫിഖ്ഹി സുന്ന. ഇവ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ ശേഖരിച്ച ഗ്രന്ഥങ്ങളാണ്. ഹദീസ് ശാസ്ത്രത്തിലും സുന്നത്തിൻ്റെ ഫിഖ്ഹിലും അവയെ പ്രധാന റഫറൻസുകളാക്കുന്ന നിരവധി സവിശേഷതകൾ അവയ്ക്കുണ്ട്. ഇലൈക നുബദതൻ അൻ കുല്ലി കിതാബിൻ വ മദ്മൂനിഹി. ഓരോ ഗ്രന്ഥത്തെക്കുറിച്ചും അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുമുള്ള ഒരു സംക്ഷിപ്ത വിവരണം താഴെ നൽകുന്നു. ഒന്നാമത്തെ സഹീഹുൽ ബുഖാരി. അല്ലഫഹു അൽ ഇമാമു മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. يعتبر عن أصح الكتب في جمع الأحاديث النبوية حيث يقوم الإمام البخاري بعناية فائقة بتحقيق الأحاديث وفحص أسانيدها يتميز بالدقة العلمية والترتيب الفريد. ഒന്നാമത്തെ സഹീഹുൽ ബുഖാരി. ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു രചിച്ച കിതാബാണ്. ഹദീസുകൾ ശേഖരിച്ചതിൽ വെച്ച് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥങ്ങളൊന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. കാരണം ഇമാം ബുഖാരി ഹദീസുകൾ പരിശോധിക്കുന്നതിനും അതിൻ്റെ സനദുകൾ എന്നുവെച്ചാൽ നിവേദന ശൃംഖല വിശകലനം ചെയ്യുന്നതിനും അതീവ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ശാസ്ത്രീയമായ കൃത്യതയും അതുല്യമായ ക്രമീകരണവും ഇതിൻ്റെ പ്രത്യേകതകളാണ്. രണ്ടാമത്തെ സഹീഹുൽ മുസ്ലിം. അല്ലഫഹുൽ ഇമാം മുസ്ലിം ബിൻ ഹജ്ജാജ് വഹുവ യഅതി ബഅദ സഹീഹുൽ ബുഖാരി ഫി ശഹറത്തി വൽ ഇഅ്തിമാദി വതമയ്യസ് ബിഇനായത്തിൻ ഫായിഖത്തിൻ ഫി ഇഖ്തിയാരിൽ അഹാദീസ് വ തഹ്ഖീഖിഹാ വഅദ്ദ മിൻ അഹമ്മിൽ മറാജിഅ ഫി ഇൽമിൽ ഹദീസ്. ഇമാം മുസ്ലിം ബിൻ അൽ ഹജ്ജാജ് രചിച്ചത് സഹീഹ് അൽ ബുഖാരിക്ക് ശേഷം പ്രശസ്തിയിലും വിശ്വാസത്തിലും ഇത് 2ാം സ്ഥാനത്ത് വരുന്നു. ഹദീസുകൾ തിരഞ്ഞെടുക്കുന്നതിലും അവയുടെ ആധികാരിക ഉറപ്പുവരുത്തുന്നതിലും ഇത് അതീവ ശ്രദ്ധ നൽകുന്നു. ഹദീസ് ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റഫറൻസുകളിലൊന്നാണിത്. അടുത്തത് സുനനു അബി ദാവൂദ്. അല്ലഫഹുൽ ഇമാമു അബൂ ദാവൂദ് സുലൈമാൻ ഇബ്നുൽ അശ്അസ് അൽ അസജസ്താനി യതമയ്യസു ബിതർക്കീസ് അൽ അഹാദീസ് അൽ മുതഅല്ലഖത്തി ബിസുനനി വൽ ആദാത്തി നബവിയ്യത്തി വൽ ഫിഖ്ഹിയ്യത്തിൽ അമലി യഖ്ദുമു തർത്തീബൻ ദഖീഖിയൻ വശാമിൽ ഹദീസിൽ മുന്തഖാത്തിൻ. ഇത് രചിച്ചത് ഇമാം അബൂ ദാവൂദ് സുലൈമാൻ ഇബ്നു അശ്അസ് അൽ അസജസ്താനി ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുമായി ബന്ധപ്പെട്ട ഹദീസുകൾക്കും പ്രായോഗിക കർമ്മശാസ്ത്രത്തിനും ഊന്നൽ നൽകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകളുടെ കൃത്യവും സമഗ്രമായ ഒരു ക്രമം ഇത് അവതരിപ്പിക്കുന്നു. അടുത്തത് നാലാമത്തെ സുനനു തുർമദി. അല്ലഫഹുൽ ഇമാമു മുഹമ്മദ് ബിൻ ഈസ തുർമദി യുഅ്തബറു കിതാബൻ മുഹിമ്മൻ ഫി ഇൽമിൽ ഹദീസി വയശ്മിലുൽ ഹദീസിൽ മുതനവ്വിഅതു ഫി മുഖ്തലിഫിൽ മവാദിഇ ദീനിയ്യത്തി വസീറത്തി നബവിയ്യ തമയ്യസു ബിതഅലീഖാത്തിൻ അല ദറജത്തി സിഹ്ഹത്തിൽ അഹാദീസ്. ഇത് രചിച്ചത് ഇമാം മുഹമ്മദ് ഇബ്ൻ ഈസ തിർമിദിയാണ്. ഹദീസ് വിജ്ഞാനത്തിൽ ഒരു പ്രധാന ഗ്രന്ഥമായി ഇത് കണക്കാക്കപ്പെടുന്നു. വിവിധ മതപരമായ വിഷയങ്ങളിലെയും നബിയുടെ ജീവചരിത്രത്തിലെയും വൈവിധ്യമാർന്ന ഹദീസുകൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഹദീസുകളിലെ ആധികാരികതയെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത 5ാമത്തെ സുനൻ നസായി. അല്ലഫഹുൽ ഇമാമു അഹ്മദ് ബിൻ
شعيب النسائي يتميز بتجميع الأحاديث المتعلقة بالفقه والأحكام الشرعية والسنن يعتبر مرجعا هاما في علم الحديث. ഇത് രചിച്ചത് ഇമാം അഹ്മദ് ബിൻ ഷുഐബ് അൻ-നസായിയാണ്. കർമ്മശാസ്ത്രം, ശരീഅത്ത് നിയമങ്ങൾ, നബിയുടെ ചര്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇതിൽ ശേഖരിച്ചിരിക്കുന്നു. ഹദീസ് വിജ്ഞാനത്തിൽ ഒരു പ്രധാന അവലംബമായി ഇത് കണക്കാക്കപ്പെടുന്നു. സുനനു ഇബ്നു മാജ അല്ലഫുൽ ഇമാമു മുഹമ്മദ് ബിൻ യസീദ് ബിൻ മാജ ഇസ്തമിലു അലാ മജ്മുഅത്തിൻ വാസിഅത്തിൻ മിനൽ അഹാദീസിൻ നബവിയ്യ മഅ തഅലീഖാത്തിൻ ഹൗല സിഹ്ഹതിഹാ വഅസാനീദിഹാ യുഅതബറു മസ്ദറൻ മുഹിമ്മൻ ലിൽ ഫിഖ്ഹി വസ്സുന്ന. സുനൻ ഇബ്നു മാജ ഇത് രചിച്ചത് ഇമാം മുഹമ്മദ് ബിൻ യസീദ് ഇബ്നു മാജയാണ്. ഹദീസുകളുടെ ആധികാരികതയും അവയുടെ പരമ്പരകളെയും കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളോട് കൂടിയ വിപുലമായ ഹദീസുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. കർമ്മശാസ്ത്രത്തിനും നബിയുടെ ചര്യകൾക്കും ഇതൊരു പ്രധാന അവലംബമായി കണക്കാക്കപ്പെടുന്നു. تتميز هذه الكتب بالتنوع في المواضيع والحديث التي تعطيها وتعتبر مصادر غنية لفهم السنة النبوية والاقتداء بها في الحياة اليومية وفي الشؤون الدينية. ഈ ഗ്രന്ഥങ്ങൾ അവ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളിലും ഹദീസുകളിലും വൈവിധ്യം പുലർത്തുന്നു. നബിയുടെ ചര്യ മനസ്സിലാക്കാനും ദൈനംദിന ജീവിതത്തിലും മതപരമായ കാര്യങ്ങളിലും ഇത് പിന്തുടരാനും ഇത് സമ്പന്നമായ ഉറവിടങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വേറൊരു വീഡിയോയിൽ ബാക്കി ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ നോട്ട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവുക. താങ്ക്സ് ഫോർ വാച്ചിങ്.